ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സംഘടനയായ ISROയുടെ ചരിത്ര നേട്ടത്തിലേക്കുള്ള സ്പേഡെക്സ് ദൗത്യം അവസാന ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ്. പുറത്തുവിട്ട റിപ്പോർട്ടുകൾ പ്രകാരം ISRO 2 ചെറു ഉപഗ്രഹങ്ങൾ വിജയകരമായി 15 മീറ്റർ അകലം വരെ അടുത്തു കൊണ്ടുവന്നു. ആദ്യത്തിൽ 1.5 കിലോമീറ്റർ അകലത്തിലായിരുന്ന ഈ ഉപഗ്രഹങ്ങൾ സമ്പൂർണ്ണ കൃത്യതയോടെ അടുപ്പിക്കുകയായിരുന്നു. ഇതിന് പിന്നാലെ ഉപഗ്രഹങ്ങൾ തമ്മിൽ ആശയവിനിമയം വിജയകരമായി ആരംഭിച്ചതായി ISRO സ്ഥിരീകരിച്ചു. ഈ ഉപഗ്രഹങ്ങളെ ഭൂമിയുടെ ഭ്രമണപഥത്തിൽ വെച്ച് കൂട്ടിയോജിപ്പിക്കുന്ന പരീക്ഷണം ഉടൻ നടക്കും. പക്ഷേ അതിനുള്ള തീയതിയും സമയവും ഇനിയും പ്രഖ്യാപിച്ചിട്ടില്ല. ദൗത്യം 2023 ഡിസംബർ 30-നാണ് ആരംഭിച്ചത്. ആ ദിവസം PSLV C-60 റോക്കറ്റിലൂടെ 2 ഉപഗ്രഹങ്ങൾ ഭ്രമണപഥത്തിലേക്ക് എത്തിക്കുകയുണ്ടായി. ജനുവരി 7-നാണ് ഡോക്കിംഗ് പരീക്ഷണം നടത്താനിരുന്നതെങ്കിലും സാങ്കേതിക തടസ്സങ്ങൾ കാരണം ജനുവരി 9-ലേക്ക് മാറ്റുകയായിരുന്നു. എന്നാൽ ഉപഗ്രഹങ്ങൾ തമ്മിലുള്ള അകലം കുറയ്ക്കുന്നതിനിടയിൽ പരീക്ഷണം വീണ്ടും മാറ്റിവെക്കേണ്ടി വന്നു. ഇന്ത്യ ഈ ദൗത്യം വിജയകരമായി പൂർത്തിയാക്കിയാൽ അമേരിക്ക, റഷ്യ, ചൈന എന്നിവയെ തുടർന്ന് ഡോക്കിംഗ് ടെക്നോളജി വിജയകരമായി കൈവശമാക്കുന്ന 4ാമത്തെ രാജ്യമായിരിക്കും. ബഹിരാകാശ ഉപഗ്രഹങ്ങൾ സർവീസ് ചെയ്യൽ, ഓർബിറ്റൽ കെട്ടിട നിർമ്മാണം, ഭാവി ബഹിരാകാശ സ്റ്റേഷനുകൾ എന്നിവയ്ക്ക് ഇത് വലിയ ഗുണകരമായിരിക്കും. അതിനു പുറമെ സ്പേഡെക്സ് ദൗത്യത്തിന്റെ ഭാഗമായി 2 പരീക്ഷണങ്ങൾ ISRO ഇതിനകം വിജയകരമായി പൂർത്തിയാക്കിയതും ശ്രദ്ധേയമാണ്. സാഗ് ന്യൂസ്, തിരുവനന്തപുരം. നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിലെത്താനായി സാഗ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു.